ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് കടച്ചക്ക പുഴുങ്ങിയതാണ്. അതിനായിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് വിളഞ്ഞു പഴുത്ത ഫ്രഷ് ആയിട്ടുള്ള ഒരു കടച്ചക്കയാണ്. അതിന് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കടച്ചക്ക ഇനി നമുക്ക് ചെത്തി ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം. വിളഞ്ഞ കടച്ചക്ക കൊണ്ട് നമുക്ക് പല വിഭവങ്ങൾ തയ്യാറാക്കാം. മപ്പാസ്, തോരൻ, കട്ട്ലറ്റ്, പായസം, ചിപ്സ്, മെഴുക്കുപുരട്ടി, വറുത്തരച്ച കറി, ഇതെല്ലാം കടച്ചക്ക കൊണ്ട് ഉണ്ടാക്കാം. ഇതിനി കഴുകി ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം. കടച്ചക്ക പുഴുങ്ങുന്നതിന് നല്ല ടേസ്റ്റ് കിട്ടണമെങ്കിൽ കുറച്ച് തേങ്ങ തിരുമിയതിൽ ഉപ്പും വെള്ളവും ചേർത്ത് ഞെരടി നമുക്ക് ഇതിലേക്ക് ചേർക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനിയും കുക്കർ അടച്ച് 2 വിസിൽ വരുന്നവരെ വേവിക്കാം. 2 വിസിലൊക്കെ വന്നു. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. എയറൊക്കെ നന്നായി പോയി. നമുക്ക് കുക്കറൊക്കെ ഒന്ന് തുറന്ന് നോക്കാം. വെള്ളമൊക്കെ നന്നായി വറ്റി കടച്ചക്ക നന്നായി വെന്ത പാകമായിട്ടുണ്ട്. തേങ്ങാപ്പീരിയൊക്കെ നന്നായിട്ട് പുരണ്ടിരിപ്പുണ്ട്. ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി ചൂടോടെ കാന്താരി ചമ്മന്തി കൂട്ടി കഴിക്കാം. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. മറ്റൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്.